ഔസേപ്പച്ചൻ സാർ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ സെമിനാറിയിലേക്കുള്ള ജീവിതം. 10ാം ക്ലാസ് കഴിഞ്ഞു എന്നാലും സെമിനാരി കേട്ടു. അവിടുന്ന് സംഗീതമാണ് എന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ് അതെങ്ങനെയായിരുന്നു സാർ? മറ്റേ ഒന്നും പഠിച്ചിട്ട് തലേ കയറുന്നില്ല. അത് തിരിച്ചറിഞ്ഞ ഞാനല്ല. എനിക്ക് സംഗീതത്തിനോടുള്ള ഇഷ്ടമുണ്ട്. നമ്മൾ സംഗീതത്തിന്റെ പുറകിൽ കുറച്ചധികം അങ്ങോട്ട് നടന്നു. സംഗീതത്തിന്റെ പുറകിലായിരുന്നു ആ ഒരു കാലഘട്ടത്തില്. അതിനോട് പ്രത്യേകിച്ച് വയലിൻ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു. അതും കൊണ്ട് നടക്കുന്നത് കുറച്ച് കൂടി പോയപ്പോ അവിടത്തെ ഈ സെമിനാരിയിലത്തെ അച്ഛന് തോന്നി, റെക്ടർ അച്ഛന് തോന്നി, ഇവൻ ഇതിന് ഈ പരിപാടിക്ക് പറ്റിയതല്ല, ശരിയാവില്ല, സംഗീതത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ, മേ ബി ഇവന്റെ ലൈഫ്. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് കൂളായിട്ട്, വഴക്കമൊന്നുമില്ല, സന്തോഷത്തോടെ സ്നേഹത്തോടെ, മോനെ നിനക്ക് ഇവിടെ പറ്റില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു. അച്ഛൻ ഒരുപാട് അച്ഛനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അച്ഛനെങ്ങാണ് അവിടെ പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്കും ശല്യം, നാട്ടുകാർക്കും ശല്യം. നമുക്ക് ഇഷ്ടം പോലെ പാട്ടുകളാണ് അച്ഛൻ തന്നത്. സാർ എപ്പോഴാ ഫസ്റ്റ് വയലിൻ വാങ്ങിച്ചത്? ആദ്യത്തെ എന്റെ വയലിൻ വാങ്ങിച്ചതല്ല, അതെനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ്. ഫാദർ അഗസ്റ്റിൻ അക്കര, അദ്ദേഹം ഇപ്പം മരിച്ചു പോയിട്ട് ഒരു 5-8 വർഷമായി. അദ്ദേഹം എൻ്റെ ഈ വയലിനോടുള്ള ഭ്രാന്ത് കണ്ടിട്ട്, അതേ പഴയ ഇന്ത്യൻ വയലിനൊക്കെ കമ്പി മുറിക്കാലും ശരിക്ക് സൗണ്ടൊന്നും വരില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് ഒരു ദയവ് തോന്നിയിട്ട് അദ്ദേഹം ഒരു ഇറ്റാലിയൻ അമേട്ടി മേക്ക് ഒരു വയലിൻ മേടിച്ചു. അന്ന് തന്നെ അത് ഭയങ്കര വില പിടിച്ച വയലിനാണ്. അന്ന് എന്തോ ആയിരക്കണക്കിന് എന്തോ വില കൊടുത്തിട്ട് നമ്മൾക്കൊന്നും താങ്ങില്ല. അച്ഛൻ വാങ്ങിച്ചു തന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വയലിൻ. പിന്നീട് ഞാൻ ചെന്നൈയിലൊക്കെ പോയിട്ട് ഒരു വയലിനൊക്കെ മേടിച്ചു. ആ വയലിനാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. 45-46 കൊല്ലമായിട്ട് കൂടെ ഉള്ളത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ശോഭാമേ, മാഷിന് ഏതെങ്കിലും ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് അങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. മാഷ് കൂടുതലും വയലിനോട് വലിയ താല്പര്യമായിരുന്നു. മാഷ് കൂടുതലും പാട്ടുകളിലും, മാഷിന്റെ പാട്ടിലും എല്ലാ പാട്ടുകളിലും ഓൾമോസ്റ്റ് വയലിന് വളരെ ഇമ്പോർട്ടൻസ്. പ്രത്യേകിച്ച് പണ്ടത്തെ റെക്കോർഡിംഗ് സ്റ്റൈലിൽ വന്നിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റും ചേർത്തെടുക്കുന്നവർ ആയിരുന്നല്ലോ ആദ്യത്തെ സമയത്തൊക്കെ. അപ്പോൾ വയലിൻസ് ആയിരിക്കും കൂടുതലുള്ളത്. അപ്പം ഞാനൊക്കെ അന്ന് പഴയ റെക്കോർഡിംഗ് സമയത്ത് പോകുമ്പോഴേ നല്ല ഇതാണെന്ന് വെച്ചാൽ ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വായിക്കണ്ടേ. എത്ര തവണയാണല്ലേ. ഇന്നത്തെ പോലെ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, ഒന്നൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഇൻസ്ട്രുമെന്റ് എല്ലാവരും ഹാളിൽ എല്ലാവരും ശരി, ആരെങ്കിലും ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ചേർന്ന് എടുക്കണം. പക്ഷെ നല്ല വയലിനിസ്റ്റ് കുറേ പേര് മാഷിനുണ്ടായിരുന്നു. ഇന്നും മദ്രാസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്രാസിൽ അവിടെ കുറേ വയലിനിസ്റ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. അവരൊക്കെ നമ്മളെ കാണും. അവരൊക്കെ പറയുന്നത് വെച്ചാൽ മാഷ് പോയതിനു ശേഷം ഞങ്ങൾക്ക് ജോലിയില്ലെന്നാ പറയാ. ഇപ്പൊ ഒന്നും ലൈവായിട്ട് എടുക്കുന്നില്ലല്ലോ, കൂടുതൽ ഇല്ലല്ലോ. അപ്പൊ പറയാറുണ്ട്. അങ്ങനെ മാഷിന് കൂടുതൽ ഇഷ്ടമായിരുന്നു. പിന്നെ ഫ്ലൂട്ട് മാഷിന് എല്ലാത്തിനും ഉപയോഗിക്കായിരുന്നു. എല്ലാത്തിനും അല്ല, ആവശ്യമുള്ള പാട്ടുകൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടം ഫ്ലൂട്ടാണ്, അതുകൊണ്ട് ഞാൻ അതുകൂടി ചേർത്ത് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം മുതലേ വീണ്ടും എടുക്കേണ്ടി വരുന്ന പറഞ്ഞില്ലേ സാർ, അതുപോലെ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും? വയലിൻ വായിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സോങ് ഉണ്ടാവോ? വയലിന് വേണ്ടിയിട്ട് ഞാൻ വയലിൻ സ്പെഷ്യലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പാട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ പാട്ടിലും എല്ലാവരും പറയും വയലിനൊക്കെ നന്നായിട്ട് ചേർക്കുമല്ലോ എന്ന് പറയും. പക്ഷെ അതല്ല, വയലിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാട്ടാണ് മറ്റേ കസ്തൂരി മാനിലൊരു പാട്ട്, രാത്രി പാടി. പിന്നെ ചില പാട്ടുകളൊക്കെ ഉണ്ട്, അതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. വയലിന് ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടുകളൊക്കെ വേറെ ഉണ്ട്. മറ്റേ കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചത്, മറ്റേ ആകാശദൂതിലെ, അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. അല്ല, എനിക്കിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ കോതണ്ടവാടി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നടക്കുന്നു. അപ്പോൾ അത് 15 വയലിനെന്തോ ഉണ്ട് ആ പാട്ടിന്. അപ്പോൾ ഡയറക്ടർ വന്നിട്ട്, എന്തിനാ ഇത്രയും രവി ഇത്രയും വയലിനെന്തിനാ? അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ അല്ല എൻ്റെ ഒരു സുഖം. എല്ലാവരും ഒരെണ്ണം തന്നെയല്ലേ വായിക്കുന്നത്. ഒരു വയലിന് അത് ഒരു വയലിൻ പോരെ, ഇത്ര 15 പേർക്ക് പൈസ കൊടുക്കാൻ നമുക്ക് എവിടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് അദ്ദേഹം വെളിയിൽ പോയതിന് ഇവൻ്റെ അടുത്തൊക്കെ എന്തോ പറയാനാടാ മോനെ.